الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم ومن آياته أنك ترى الأرض خاشعة فإذا أنزلنا عليها الماء اهتزت وربت إن الذي يحياها لمحيي الموتى إنه على كل شيء قدير. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സൃഷ്ടികർത്താവും സർവ്വലോക നിയന്താവും സർവ്വ അനുഗ്രഹങ്ങളുടെയും ദാതാവുമായ അല്ലാഹുവിന്റെ വിധികളും വിലക്കുകളും യഥോചിതം പാലിച്ച് പരമാവധി തഖ്വ കൈവിടാതെ മുന്നോട്ട് പോകാൻ പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹു നമുക്കെല്ലാവർക്കും അവനിഷ്ടപ്പെട്ട വഴിയിൽ മരണം വരെ മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുകയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ കുടുംബസമേതം ഒരുമിക്കാൻ നമ്മെ തുണക്കുകയും ചെയ്യുമാറാവട്ടെ. സഹോദരന്മാരെ, കടുത്ത വേനലിന്റെ കാലത്തെ അന്നത്തെ ചൂടിനെ, പ്രയാസത്തെ, വിയർപ്പിനെ വിസ്മരിപ്പിക്കും വിധം അള്ളാഹുവിന്റെ അനുഗ്രഹം അപങ്കുരം വർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. പ്രയാസങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെയും കാലത്തെ നീക്കി പടച്ചറബ് സുബ്ഹാനഹു വ തആല അനുഗ്രഹത്തിന്റെയും സൗഭാഗ്യത്തിന്റെയും കുളിരിന്റെയും ആശ്വാസത്തിന്റെയും നിമിഷങ്ങൾ നൽകിക്കൊണ്ടിരിക്കുമ്പോൾ പടച്ചറബിനെ ഓർക്കാനും അൽഹംദുലില്ലാ പറയാനും പറ്റുന്ന ഒരു മനസ്സ് ഉണ്ടായിരിക്കുക എന്നത് ജീവിതത്തിലുടനീളം നമുക്കെല്ലാവർക്കും പ്രാർത്ഥനയിലും അങ്ങനെ ഒരു ഭാഗ്യം ലഭിക്കാനുള്ള ഒരു ചോദ്യവും എപ്പോഴും നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കേണ്ടതുണ്ട്. കാരണം അൽഹംദുലില്ലാ എന്ന വാചകം നമ്മുടെ ഖൈറാത്തുകളെ നമ്മിലേക്ക് വർഷിപ്പിക്കുകയും ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഖൈർ അത് വർദ്ധിക്കാൻ കാരണമാവുകയും അല്ലാഹുവിന്റെ അടുക്കൽ വലിയ തൃപ്തിയും അവന്റെ പക്കൽ നിന്ന് പ്രതിഫലവും നമുക്ക് ലഭിക്കുകയും ചെയ്യുമെന്ന തിരിച്ചറിവ് നമുക്കെല്ലാവർക്കും ഉണ്ടാകണം. അതോടൊപ്പം മനുഷ്യരെല്ലാം ധാരാളം നേട്ടങ്ങളുടെ അവകാശം ഉന്നയിക്കുന്ന ആൾക്കാരാണ്. നമ്മളത് കണ്ടുപിടിച്ചു, നമ്മൾ ഇത് കണ്ടുപിടിച്ചു, നമ്മൾ അതിനുള്ള യോഗ്യതകളെത്തി, അല്ലെ? അന്യഗ്രഹങ്ങളിൽ വസിക്കാനുള്ള തയ്യാറെടുപ്പ് വരേക്കും
നാം എത്തിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ മഴ വർഷിക്കുമ്പോൾ ഇത് പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹവും അവന്റെ വിധിയും അവന്റെ നിർണയവും ഇല്ലാതെ മഴയിറക്കുവാനോ അത് നിയന്ത്രിക്കുവാനോ സാധ്യമല്ല എന്ന ആ ഒരു സത്യം ഈ ഒരു മഴയുടെ സന്ദർഭത്തിൽ നാം ഉൾക്കൊള്ളേണ്ടത്. ഹുവല്ലദീ യുനസ്സിലുൽ ഗൈസ് വയഅലമു മാ ഫിൽ അർഹാം. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് മഴയിറക്കുന്നവൻ. എവിടെ, ഏതെല്ലാം തോതിൽ, എങ്ങനെയെല്ലാം മഴ വേണമെന്നതും ആ മഴ ഇറങ്ങിയാൽ അവിടെ എന്തെല്ലാം പ്രതിഫലനങ്ങൾ അതിന്റെ ഫലമായിട്ടുണ്ടാകണമെന്നതും അതുകൊണ്ടുള്ള എല്ലാ കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട മുഴുവൻ വിഷയങ്ങളും അറിയുന്നവൻ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയാണ്. മഴ പെയ്യിക്കാനും മഴ പെയ്യാതിരിക്കാനുമൊക്കെ മനുഷ്യൻ അവന്റെ ശാസ്ത്രീയ കണ്ടെത്തലുകൾ നടത്തിയിട്ടുണ്ടെങ്കിലും ആ പരീക്ഷണങ്ങൾ പലതും അസ്ഥാനത്തും പരാജയത്തിലുമായി കലാശിച്ചത് പല സന്ദർഭങ്ങളിൽ നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ കഴിവും മനുഷ്യന്റെ ദൗർബല്യവും ദുർബലതയുമാണ് മഴ നമ്മെ വിളിച്ചോതുന്നത്. അതുകൊണ്ട് മഴയെ നാം അല്ലാഹുവിലേക്കായിരിക്കണം ചേർത്തി പറയേണ്ടത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുദ്സിയായ ഒരു ഹദീസിലൂടെ അവിടുന്ന് പഠിപ്പിക്കുകയുണ്ടായി. അല്ലാഹു പറയുമത്രേ, ഇന്ന് കാലത്ത് ചില ആളുകൾ എന്നിൽ വിശ്വസിച്ചിട്ടും ഞാറ്റുവേലിൽ അവിശ്വസിച്ചിട്ടും, ചില ആളുകൾ എന്നിൽ അവിശ്വസിച്ചിട്ടും ഞാറ്റുവേലകളിൽ വിശ്വസിച്ചിട്ടുമാണ് നേരം പുലർന്നത്. ആരാണ് അല്ലാഹുവിൽ വിശ്വസിച്ച് ഞാറ്റുവേലകളിൽ അവിശ്വസിച്ചവർ? മഴ കണ്ടപ്പോൾ മുതിർനാ ബി ഫദ്ലില്ലാഹി വറഹ്മ, അല്ലാഹുവിന്റെ ഫദ്ല് കൊണ്ടും റഹ്മത്ത് കൊണ്ടുമാണ് ഞങ്ങൾക്ക് ഈ മഴ വർഷിച്ചിരിക്കുന്നത്. പടച്ച റബ്ബിന്റെ നിഅമത്താണ് ഈ വർഷിക്കുന്നത്, അല്ലാഹുവിന്റെ ഖുദ്റത്താണിത്, അല്ലാഹുവിന്റെ തീരുമാനമാണിത്. അങ്ങനെ റബ്ബിലേക്ക് ചേർത്ത് വെച്ച് പറയുന്ന ആളുകൾ അവർ എന്നിൽ വിശ്വസിച്ചവരാണ്. ആരെങ്കിലും മൻ ഖാല മുതിർനാ ബിനൗഇൻ കദാ വകദാ, ഇന്നാലിന്ന ഞാറ്റുവേലകൾ കൊണ്ട് ഞങ്ങൾക്ക് മഴ ലഭിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ആളുകൾ അവർ എന്നിൽ അവിശ്വസിക്കുകയും ഞാറ്റുവേലകളിൽ വിശ്വസിക്കുകയും ചെയ്തവരാണ്. മഴയ്ക്ക് ചില കാലങ്ങളും ചില സാഹചര്യങ്ങളും ചില സന്ദർഭങ്ങളുമൊക്കെ നമുക്ക് ഭൗതികമായി പറയാനുണ്ടായിരിക്കാം. പക്ഷേ മഴ വർഷിക്കുന്ന അതുകൊണ്ടൊന്നുമല്ല, അല്ലാഹുവിന്റെ ഫദ്ല് കൊണ്ടും അവന്റെ റഹ്മത്ത് കൊണ്ടുമാണ്. മഴയില്ലാത്തൊരവസ്ഥയെ ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. ഭൂമി വറ്റി വരണ്ട് ജന്തുജാലങ്ങൾ ചത്തൊടുങ്ങുന്ന, സസ്യലതാദികൾ മുളയ്ക്കാത്ത, നമുക്ക് കഴിക്കാൻ വേണ്ടതൊന്നും ഇവിടെ ഇല്ലാത്ത ഒരു സാഹചര്യത്തെ നാം എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അപ്പോൾ അല്ലാഹുവിന്റെ നിഅമത്തല്ലാതെ മറ്റെന്താണ് ഈ ഒരു മഴയിലുള്ളത്? അതുകൊണ്ട് ആ ഒരു നിഅമത്ത് നാം തിരിച്ചറിയേണ്ടതുണ്ട്. സൂറത്ത് അഹ്ഖാഫിന്റെ 39-ാമത്തെ വചനമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതി വെച്ചത്. ഇതിന്റെ തുടക്കം തന്നെ അല്ലാഹു പറയുന്നത് വമിൻ ആയാതിഹി, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ്. അന്നക തറൽ അർള ഖാശിഅതൻ ഫഇദാ അൻസൽനാ അലൈഹൽ മാ ഇഹ്തസ്സത് വറബത്, ഭൂമിയെ വറ്റി വരണ്ടതായിട്ട് നിനക്ക് കാണാം. എന്നാൽ അതിന്റെ മേൽ നാം വെള്ളം വർഷിപ്പിച്ചാൽ അതിന് ചലനമുണ്ടാവുകയും അത് വളരുകയും ചെയ്യുന്നു എന്നതാണ്. മൊട്ടപ്പറമ്പിൽ മഴ പെയ്യുമ്പോൾ അതിന്റെ അകത്തളങ്ങളിൽ ഒളിഞ്ഞു കിടക്കുന്ന വിത്തുകൾ ഭൂമിയെ പിളർത്തി മുളച്ചു പൊങ്ങുന്നത് നിങ്ങൾ കാണുന്നില്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചോദിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പടച്ച റബ്ബിന്റെ വലിയൊരു നിഅമത്താണിത്, റഹ്മത്താണിത്, ഫദ്ലാണിത്. ചില ആൾക്കാർ വണ്ടിമരും പെരമ്പരൊക്കെ എഴുതി വെക്കും, ഹാദാമീൻ ഫദ്ലി റബ്ബി എന്നൊക്കെ എഴുതി വെക്കാനൊക്കെ സുഖമാണ്. മനസ്സിലില്ലാതെ കുറെ കാര്യങ്ങൾ എഴുതി വെക്കുന്നതും മനസ്സിൽ എഴുതി വെച്ചില്ലെങ്കിലും മനസ്സിലുണ്ടാകുന്നതും രണ്ടും രണ്ട് തന്നെയാണ്. അതുകൊണ്ട് ആ ഒരു ഫദ്ല് പടച്ച റബ്ബ് നമുക്ക് അപങ്കുരം നൽകിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ഫദ്ലിനെ നാം തിരിച്ചറിയാനും പടച്ച റബ്ബിലേക്ക് ചേർത്തി വെക്കുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം സുഹൃത്തുക്കളെ, അല്ലാഹുവിന്റെ ഖുദ്റത്താണ് മഴ. എത്ര വലിയ അത്ഭുതമാണ് മഴ അല്ലെ? ഭൂമിയിലെ പലതരത്തിലുള്ള വെള്ളത്തെ ആകാശത്തേക്ക് ബാഷ്പീകരിച്ച് പടച്ച റബ്ബ് ശുദ്ധജലമാക്കിയിട്ട് ഒന്നൊന്നിന് തൊടാതെ ഇങ്ങനെ പെയ്യുകയാണ് അല്ലെ? ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് കാറിൽ കയറാൻ വേണ്ടിയിട്ട് മഴയിൽ ഒന്ന് ഓടിയാൽ ഒരു 10 മീറ്റർ കൊണ്ട് തന്നെ നമ്മൾ മൊത്തം നനയാണ്. നമ്മുടെ ബാത്റൂമിലെ ഷവറിനേക്കാളും അല്ലെ നമ്മെ നനക്കാൻ മഴയ്ക്ക് സാധിക്കുന്നുവെങ്കിൽ ഒന്നിച്ച് ഈ മഴ കാർമേഘം ഒന്നടങ്കം വീണാൽ എന്തായിരിക്കും അവസ്ഥ? മൊത്തം തകർന്ന് തരിപ്പണമാകും. മേഘവിസ്ഫോടനം എന്നൊക്കെ നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ വായിക്കാറുണ്ട് അല്ലെ? അള്ളാഹ് എത്ര സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഇതിറക്കുന്നത് അല്ലെ? അല്ലാഹു സുബ്ഹാനഹു വ തആല അവനാണ് ഇതെല്ലാം ചെയ്യുന്നത്.
ആ പ്രോസസ്സിനെ ഖുർആൻ വളരെ കൃത്യമായി, ശാസ്ത്രം പിച്ചവച്ച് വളരുന്നതിന്റെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മഴയുടെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഹുവല്ലദീ യുർസിലു റിയാഹ ബുശ്റൻ ബൈന യദൈ റഹ്മതി ഹത്താ ഇദാ അഖല്ലത് സഹാബൻ തിഖാല സുഖനാഹു ലിബലദിൻ മയ്യിത്. വിശുദ്ധ ഖുർആൻ 7-ാം അധ്യായം സൂറത്ത് അറാഫിൽ അല്ലാഹു പറയുകയാണ്, അവനാകുന്നു കാറ്റിനെ സന്തോഷമായിട്ട് പറഞ്ഞയച്ചിരിക്കുന്നത്. കാർമേഘം, കാറ്റ് കാർമേഘത്തെ തള്ളിക്കൊണ്ടുപോയി കാർമേഘം ഘനീഭവിച്ചാൽ അത് മഴയായി വർഷിക്കുന്നു. പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ഒരു അനുഗ്രഹമാണിത്. എന്നിട്ട് അല്ലാഹു പറയാ, വൽ ബലദു ത്വയ്യിബു യഖ്റുജു നബാതുഹു ബിഇദ്നി റബ്ബി വല്ലദീ ഖബത ലാ യഖ്റുജു ഇല്ലാ നകിദാ. നല്ല ഭൂമിയാണെങ്കിൽ നല്ല വിത്ത് മുളപ്പിക്കും, മോശപ്പെട്ട ഭൂമിയാണെങ്കിൽ മോശപ്പെട്ടത് അതിൽ നിന്ന് മുളപ്പിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന വചനങ്ങളെ മഴയുമായി ചേർത്ത് വെച്ച് പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല പറയുമ്പോൾ നാം കുടിക്കുന്നതും നാം ഉപയോഗിക്കുന്നതും നാം നനയ്ക്കുന്നതും എന്തിനെല്ലാം കാര്യത്തിന് വേണ്ടി നാം മഴവെള്ളത്തെ ആശ്രയിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല വെല്ലുവിളിച്ചില്ലേ, ഈ ഭൂമിയിലെ വെള്ളത്തെ ഞാൻ വറ്റിച്ചു കളഞ്ഞാൽ നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ ഇതുപോലത്തെ ഉറവ എന്ന് അല്ലാഹു ഖുർആൻ സൂറത്ത് മുൽക്കിന്റെ അവസാനത്തെ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല കൺക്ലൂഡ് ചെയ്യുന്നത് അങ്ങനെയാണ്. ആ ഒരു വെല്ലുവിളിയോടുകൂടെ ഖുർആൻ അവസാനിപ്പിക്കുമ്പോൾ തീർത്തും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വല്ലാത്തൊരു അത്ഭുതവും ആയത്തും ദൃഷ്ടാന്തവും അനുഗ്രഹവും കഴിവും തന്നെയാണ് ഈ ഒരു മഴ എന്നുള്ളത് നമുക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ ലൗ നശാഉ ജഅൽനാഹു ഉജാജൻ ഫലൗലാ തശ്കുറൂൻ. നിങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്താണത്? ഒരു പ്രത്യേക രൂപമില്ലാത്ത വെള്ളം അല്ലെ? എവിടെയാണോ ഒഴിക്കുന്നത് അതിന്റെ രൂപം പ്രാപിക്കുന്ന വെള്ളം, ഒലിച്ചു ഒഴുകിപ്പോകുന്ന വെള്ളം, എവിടെയും തടഞ്ഞു വെക്കാൻ, നമുക്ക് പിടിച്ചു വെക്കാൻ കഴിയാത്ത വിധം ഒഴുകിപ്പോകുന്ന ആ വെള്ളമാണ് എല്ലാറ്റിനെയും ആ വെള്ളത്തെയാണ് എല്ലാവർക്കും ആശ്രയിച്ച് കിടക്കുന്നത്. ഖുർആൻ തന്നെ പറഞ്ഞു, എല്ലാ ജീവനും ആ വെള്ളത്തെ ആശ്രയിച്ചുകൊണ്ടാണ്. ഭക്ഷണമില്ലെങ്കിൽ കുറച്ചു കാലം പോകാം, പക്ഷെ വെള്ളമല്ലാണ്ട് അല്ലെ മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യമായിരിക്കും. ശരീരം ഡീഹൈഡ്രേറ്റഡ് ആയി ആളുകൾ മരിച്ചു പോകുന്നത് നമ്മൾ കാണാറില്ല. വെള്ളത്തിന്റെ കുറവുകളാണത്. അതുകൊണ്ട് തന്നെ ആ ഒരു വെള്ളത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ, ഒരു ജ്യൂസ് കുടിക്കുമ്പോൾ പുറത്തുനിന്ന് അല്ലെ 500 ബോട്ടിൽ 10 രൂപ കൊടുത്ത്, അല്ലെ 1 ലിറ്ററിന്റെ ബോട്ടിൽ 20 രൂപ കൊടുത്ത് വാങ്ങി കുടിക്കുമ്പോൾ നാം ചിന്തിച്ചിട്ടുണ്ടോ, നാം ആകുന്ന ഒരു വ്യക്തിക്ക് വൈകുന്നേരം നമ്മൾ കിടപ്പറ അണയുന്നത് വരേക്കും എത്ര ലിറ്റർ കണക്കിന് വെള്ളമാണ് നാം സൗജന്യമായിട്ട് പടച്ച റബ്ബിന്റെ നിഅമത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ചില ആളുകൾക്ക് ഇപ്പോഴും ബോധ്യപ്പെട്ടിട്ടില്ല. അത്ര ഞാൻ എന്തിന് പടച്ചോന് വഴിപ്പെട്ട് ജീവിക്കണം, ഞാൻ എന്തിനാ നിസ്കരിക്കേണ്ടത്, ഞാൻ എന്തിനാണ് പടച്ചോൻ പറയുന്നതനുസരിച്ച് ജീവിക്കേണ്ടതെന്ന് ബോധ്യപ്പെടാതെ ഇപ്പോഴും കഴിയുന്ന കുറച്ച് ആൾക്കാരുണ്ടത്രേ. അവരോട് നാം ചോദിക്കുന്നത്, നീ ആരുടെ ഭൂമിയിലാണ് വസിക്കുന്നതെന്ന്, നീ ആരുടെ വെള്ളമാണ് കുടിക്കുന്നത്, നീ ആര് തന്ന ഓക്സിജൻ ശ്വസിക്കുന്നതെന്ന്. അവനോട് നിനക്ക് കടപ്പാടും. അതിന് കുറേയൊന്നും പറയേണ്ട ആവശ്യമില്ല, മനസ്സിലായില്ലേ? ഇനി കുറെ പറയേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വഫി അൻഫുസികും അഫലാ തുബ്സിറൂൻ, നിങ്ങളുടെ ശരീരത്തിൽ തന്നെ ഉണ്ട്. അള്ളാഹുവിനെ തെളിയിക്കാൻ, പടച്ച റബ്ബിന്റെ അനുഗ്രഹം ബോധ്യപ്പെടുത്താൻ നിരവധി ദൃഷ്ടാന്തങ്ങൾ നിങ്ങളുടെ ശരീരത്തിലുണ്ട്. ചിന്തിച്ചാൽ മതി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അപ്പൊ കുടിക്കുന്ന വെള്ളം അതെടുത്തിട്ട് ചിന്തിക്കണം. എന്താ ചിന്തിക്കേണ്ടത്? ഇത് പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല എത്ര അത്ഭുതകരമായിട്ട് നമുക്ക് നൽകിയതാണ് എന്നത് ചിന്തിക്കണം. അൻതും മൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ. പടച്ചറബിന്റെ കഴിവിനെ പടപ്പുകളുടെ കഴിവുകളുമായി താരതമ്യപ്പെടുത്തി പടച്ചറബിന് പടപ്പുകളുടെ അത്രയും കഴിവില്ലെന്നും പടച്ചറബ് പടപ്പുകളെ ആശ്രയിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നതെന്നും അതിന്റെ അടയാളമാണ് മലക്കുകളെ കൊണ്ട് ജോലി ചെയ്യിക്കുന്നത്, പ്രവാചകന്മാരെ നിയോഗിക്കുന്നത് എന്നിത്യാദിയുള്ള ചില മൂഢധാരണകൾ, വിവരമില്ലായ്മകൾ സോഷ്യൽ മീഡിയകളിലൂടെ വിളമ്പുന്നവർക്ക് ലൈക്കും കമന്റും കൊടുത്ത് വലിയ ബുദ്ധിജീവിയായിട്ട് ചമക്കുന്ന ചില ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. പടച്ചറബ് സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടികളാണെല്ലാം. അതുകൊണ്ട് സൃഷ്ടികളുടെ കഴിവുകളെ പടച്ചറബിന്റെ കഴിവുമായിട്ട് കമ്പയർ ചെയ്യാൻ കഴിയില്ല. സൃഷ്ടികൾ ബലഹീനരാണ്, ദുർബലരാണ്, കഴിവ് കുറഞ്ഞവരാണ്. ആ കഴിവ് കുറഞ്ഞ മനുഷ്യന്റെ എന്ത് വെച്ചിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യുക? മനുഷ്യന്റെ സമയവും പടച്ചറബിന്റെ സമയം തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റുമോ? പടച്ചവന് സമയമുണ്ടോ? സമയത്തിന്റെ സൃഷ്ടാവാണ് പടച്ചവൻ. രാവും പകലും മനുഷ്യനാണ് ബാധകം, പടച്ചറബിന് ബാധകമല്ല.
അതുകൊണ്ട് രാത്രിയുടെ 1/3 പടച്ചറബ് 1-ാം ആകാശത്തിലേക്ക് ഇറങ്ങുമെന്ന് പറഞ്ഞാൽ അതെങ്ങനെ സാധിക്കും? ലോകത്തുടനീളം 1/3 എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കില്ലേ? അപ്പൊ അള്ളാഹ് അർശിലിരിക്കുമോ എന്ന് ചോദിച്ചാൽ അത് പടച്ചറബ് സുബ്ഹാനഹു വ തആലയെ തംസീൽ നടത്തുകയാണ്. മറ്റുള്ളവരുമായിട്ട്, പടപ്പുകളുമായിട്ട്, മനുഷ്യന്മാരുമായിട്ട് കമ്പയർ ചെയ്യാൻ. ഞമ്മക്കാരാവും പകലും. അള്ളാഹ് രാവിനെയും പകലിനെയും സൃഷ്ടിച്ചവനാണ്. അള്ളാഹ്ക്കത് ബാധകമാണ്. അല്ലാഹു റബ്ബുൽ ആലമീനാണ്. പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല അല്ലാത്ത മുഴുവൻ ശക്തികളുടെയും മുഴുവൻ വസ്തുക്കളുടെയും സൃഷ്ടാവാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് അല്ലാഹ് ചോദിക്കുക, നീയാണോ കാർമേഘത്തിൽ നിന്ന് മഴ ഇറക്കിയത്, അതല്ല നാമാണോ? നാം വിചാരിച്ചിരുന്നെങ്കിൽ അറബിക്കടലിൽ ഉപ്പുജലത്തെ ആകാശത്തേക്ക് ബാഷ്പീകരിച്ചെടുത്ത നാം ഉപ്പുജലമാക്കി മഴ പെയ്യിക്കുമായിരുന്നു എന്ന്. ഓർമ്മയുണ്ടോ? കഴിഞ്ഞ വേനൽക്കാലത്ത് കടുത്ത ചൂടിൽ ഒരു അസറിന്റെ നേരത്താണ് കനത്ത മഴ ഞങ്ങളുടെ ആ പ്രദേശത്ത് കൂടെയൊക്കെ. ശക്തമായ കൊടുങ്കാറ്റും ഉണ്ടായി. 150 റബ്ബർ ഉള്ളവർക്ക് 75 റബ്ബർ കാറ്റടിച്ചുകൊണ്ടുപോയി. അത്രയും ശക്തമായ കാറ്റ്. അന്ന് ഐസ് മഴയാണ് പെയ്തത്. നട്ടുച്ചക്ക് കനത്ത ചൂടിൽ, വല്ലാത്ത ചൂടിലേന്ന് ആൾക്കാർ പറഞ്ഞ് വൈകുന്നേരം അന്തരീക്ഷം മൊത്തം തണുത്തിട്ട് ഐസിന്റെ മഴയാണ് പെയ്ച്ചത്. മനുഷ്യന് സാധിക്കുമോ ഇതിന്? അള്ളാന്റെ ചോദ്യമാണ്. നീ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച് നീ ചിന്തിക്കുന്നുണ്ടോ? നാം വിചാരിച്ച് നീ ഉപ്പുജലമാക്കുമായിരുന്നു അത്. അതുകൊണ്ട് നീ നന്ദി കാണിക്കണമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അള്ളാന്റെ കഴിവിനെ അംഗീകരിക്കും. ഒരു മരിച്ചോടത്ത് നിന്ന് പടച്ചോൻ ജീവിപ്പിക്കോ? ആ നിഷേധത്തിന് മറുപടിയായിട്ടാണ് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ വാഖിയയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം ചോദിച്ചത് അഫറഅയ്തും മാ തുംനൂൻ, നിന്റെ ശരീരം പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പേം അത് നീ ഉണ്ടാക്കിയതാണോ? അതിനകത്ത് കോടിക്കണക്കിന് ബീജത്തെ നീ സംവിധാനിച്ചതാണോ? ആ ബീജത്തെ മാതാവിന്റെ അണ്ഡവുമായിട്ട് സന്നിവേശിപ്പിക്കുന്നത് നീയാണോ? ഗർഭത്തിലേക്ക് അതിനെ കൊണ്ടെത്തിക്കുന്നത് നീയാണോ? ഗർഭവതിയെ കുത്തിത്തുരന്ന് അതിനകത്തേക്ക് എത്തിക്കുന്നത് നീയാണോ? ഗർഭത്തിന്റെ ഭിത്തിയിൽ അട്ടയെ പോലെ അള്ളിപ്പിടിച്ചു നിൽക്കുന്ന ആ അലക്കത്തിനെ മുദ്അത്താക്കി, മുദ്അത്തിനെ ഇളാമാക്കി, ഇളാമിന് മേൽ ലഹ്മ പൊതിഞ്ഞ് ثم انشأناه خلقا آخر فتبارك الله احسن الخالقين, ഏറ്റവും നല്ല സൃഷ്ടിയായി പടിപടിയായിട്ട് ആ കുട്ടിയെ പോറ്റി വളർത്തിയത് നീയാണോ? അഫറഅയ്തും മാ തുംനൂൻ അഅൻതും തഖ്ലുഖൂന അം നഹ്നുൽ ഖാലിഖൂൻ, നീയാണോ ഉണ്ടാക്കിയതല്ല നാമാണോ? അഫറഅയ്തുമുൽ മാഅ അല്ലദീ തശ്റബൂൻ, നീ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച് നീ ചിന്തിക്കും. നീയാണോ ഇറക്കിയത്, അതല്ല നാമാണോ? അഫറഅയ്തും മുന്നാർ അല്ലദീ തൂറൂൻ അഅൻതും മൻശഅതും ശജറതഹാ അം നഹ്നുൽ മുൻശിഊൻ, പച്ചമരത്തിൽ നിന്ന് തീ ഉണ്ടാക്കി. ആരുണ്ടാക്കി? ഞാനുണ്ടാക്കി. നമ്മളാരെങ്കിലും ഉണ്ടാക്കി? അല്ലാഹു ഉണ്ടാക്കി. പടച്ചോൻ ഉണ്ടാക്കിയത് വെച്ച് കണ്ടുപിടിക്കാനല്ലേ നമുക്ക് പറ്റുള്ളൂ. പടച്ചോൻ വെച്ച സംവിധാനങ്ങൾ വെച്ചിട്ട് കണ്ടുപിടിക്കാനും അതിനെ തമ്മിൽ കണക്ട് ചെയ്യിക്കാനല്ലേ മനുഷ്യന് പറ്റുള്ളൂ. ഹാദാ ഖൽഖുല്ലാഹ് ഫഅറൂനി മാദാ ഖലഖല്ലദീന മിൻ ദൂനി, ഈ പ്രപഞ്ചത്തിലുള്ളത് മുഴുവൻ അല്ലാഹുവിന്റെ സൃഷ്ടിപ്പാണ്. അല്ലാഹയല്ലാത്ത വല്ലവരും വല്ലതും സൃഷ്ടിച്ചത് എനിക്കൊന്ന് കാണിച്ചു തരൂ എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ വെല്ലുവിളിക്കുന്നുണ്ട്. അതുകൊണ്ട് മഴയും ഇടിയും കാറ്റും ഭൂമിയും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഗാലക്സികളും എല്ലാം പടച്ച റബ്ബിന്റെ ഖുദ്റത്തിനെയാണ് വിളിച്ചോതുന്നത് എന്നതാണ്. മഴ പെയ്യുമ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു പറഞ്ഞിരുന്നു? ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, കാന ഇദാ റഅൽ മതർ അല്ലാഹുമ്മ ത്വയ്യിബൻ നാഫിഅ, അല്ലാഹുവേ ഉപകാരപ്രദമായ മഴ പെയ്യിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആൾക്കാർക്ക് പേടിയാണ്. കാരണം മുമ്പത്തെ പ്രളയ കഥകളും ഇതൊക്കെ മനസ്സിലുള്ളതുകൊണ്ട് പേടിയാണ്. പേടി പ്രാർത്ഥനയിലേക്ക് നയിക്കണം. പ്രാർത്ഥിക്കുക. അല്ലാഹുമ്മ ത്വയ്യിബൻ നാഫിഅ. കർമേഘം കണ്ടാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് കാണിച്ചിരുന്നു? ഇദാ റആ മഖീലതൻ ഫിസ്സമാഇ അഖബല വഅദ്ബറ, റസൂൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. വദഖല വഖറജ്, വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകും, വീട്ടിൽ അകത്തേക്ക് കയറും. ബേജാറ് കാണിക്കും. തഗയ്യറ വജ്ഹുഹു, പ്രവാചകന്റെ മുഖഭാവം മാറുമായിരുന്നു. ഫഇദാ അംതറതി സമാ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മഴ പെയ്താൽ സുരിയ അൻഹു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സന്തോഷം ഉണ്ടാകും. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താണ് നിങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ബേജാറായി നടക്കേണ്ട ആവശ്യം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷ, വിശുദ്ധ ഖുർആനിലെ ആയത്തിന്റെ ആ ആയത്തെന്താണ്? ആദ് സമുദായത്തിന്റെ ആയത്താണ്. ഫലമ്മാ റഔഹാ ആരിദൻ മുസ്തഖബിൽ ഔദിയതിഹിം ഖാലൂ ഹാദാ ആരിദുൻ മുംതിറുനാ, ദൂരെ നിന്ന് മലമടക്കുകൾക്കിടയിലൂടെ കാർമേഘം അന്തരീക്ഷത്തെ കറുപ്പിച്ചിങ്ങനെ വരുന്നത് കണ്ടപ്പോൾ അവർ പറഞ്ഞു, ദാ മഴ വരുന്നുണ്ട് എന്ന് പറഞ്ഞ് അവർ സന്തോഷിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, ബൽ ഹുവ മസ്തഅജൽതും ബിഹി റീഹുൻ ഫീഹാ അദാബുൻ അലീം,
നിങ്ങൾ ധൃതി കാണിച്ചിരുന്നതായ, നിങ്ങൾ പ്രവാചകന്മാരോട് ഇരന്ന് ചോദിച്ച് നടന്നിരുന്നതായ ആ ശിക്ഷയാണ് ആ കാറ്റുകൾ തള്ളി നീക്കി കൊണ്ടുവരുന്നത് എന്നാണ്. തുദമ്മിറു കുല്ല ശൈഇൻ ബിഅംരി റബ്ബിഹാ ഫഅസ്ബഹു ലാ യുറാ ഇല്ലാ മസാകിനുഹും കദാലിക നജ്സിൽ ഖൗമൽ മുജ്രിമീൻ. ആ കാർമേഘം തെളിച്ചു കൊണ്ടുവന്നത്, ആ കാറ്റ് തെളിച്ചു കൊണ്ടുവന്ന കാർമേഘം അദാബായിരുന്നു. അതവരുടെ മേൽ വർഷിച്ചപ്പോൾ ഒന്നുമില്ലാതായി, എല്ലാം തകർന്ന് തരിപ്പണമായി. ഇപ്രകാരമാണ് മുജ്രിമുകളെ നാം ശിക്ഷിക്കുക എന്നതാണ്. യുരീകുമുൽ ബർഖ ഖൗഫൻ വതമഅ. ഇടി ചിലപ്പോൾ പേടിക്കേണ്ടതായിരിക്കും, ചിലപ്പോൾ പ്രതീക്ഷ നൽകുന്നതായിരിക്കും. മഴ കൊണ്ട് പടച്ചറബ് ശിക്ഷിച്ചിട്ടുണ്ട് ചില ആളുകൾ. അല്ലെ, ലൂത്ത് ജനത സ്വവർഗ സംഭോഗത്തിൽ മുഴുകിയപ്പോ അത് റൈറ്റാണെന്നും അത് നീഡ്സാണെന്നും അത് പുരോഗമനമാണെന്നും അതൊക്കെ ഓരോരുത്തരുടെയും സ്വാതന്ത്ര്യ ചിന്ത അവകാശമാണെന്നുമൊക്കെ ചില ആളുകൾ ജൽപ്പിക്കുമ്പോ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കൂടെ നിയോഗിച്ച ലൂത്ത് നബിയുടെ ജനതയെ നശിപ്പിച്ചത് സ്വവർഗ സംഭോഗം കാരണത്താലായിരുന്നു. ജനങ്ങളെ ഇതാ, പെൺമക്കളെ, സ്ത്രീകളിതാ ഇവിടെ അവരെ വിവാഹം കഴിച്ച് നിങ്ങൾ ജീവിച്ചോളൂ എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത്, ഞങ്ങൾക്ക് സ്ത്രീകളെ വേണ്ട, ഈ പരിശുദ്ധനായ ഇയാളെ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കണം എന്ന് പറഞ്ഞ് ജനതയുടെ മേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്ത് നിന്ന് ചുട്ടുപഴുപ്പിച്ച മണൽക്കട്ടകൾ കൊണ്ട്, മൺകട്ടകൾ കൊണ്ട് മഴ പെയ്യിച്ചു എന്ന് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് മഴ അദാബിനെ ഓർമ്മപ്പെടുത്തണം, അള്ളാഹുവിന്റെ കഴിവിനെ ഓർമ്മപ്പെടുത്തണം, അള്ളാന്റെ ഖുദ്റത്തിനെ ഓർമ്മപ്പെടുത്തണം, അള്ളാന്റെ റഹ്മത്തിനെ ഓർമ്മപ്പെടുത്തണം, അള്ളാന്റെ ഫദ്ലിനെ ഓർമ്മപ്പെടുത്തണം, നമ്മുടെ ബലഹീനതയെ ഓർമ്മപ്പെടുത്തണം. നമ്മളും പടച്ചറബും എത്രത്തോളം നമുക്ക് പടച്ചറബിനെ എത്രത്തോളം അവലംബിക്കേണ്ട അനിവാര്യതയുണ്ട്, എത്രത്തോളം ഡിപ്പെൻഡൻസി പടച്ചറബിനോട് നമുക്കുണ്ട് എന്നത് മഴ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. മഴയിലെ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ സഹോദരന്മാരെ നമുക്ക് സാധിക്കണം. സർവശക്തനായ റബ്ബ് സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. ഖുർആൻ 6000 ചില്ലാനം ആയത്തുകളിൽ മഴയെക്കുറിച്ചുള്ള പരാമർശം ധാരാളം നമുക്ക് കാണാൻ സാധിക്കും. പല ഉദാഹരണങ്ങളായി, പല വിശദീകരണങ്ങളായി, പല ലക്ഷ്യത്തിൽ. അതിലേറ്റവും പ്രധാനമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫൻദുർ ഇലാ ആസാരി റഹ്മത്തില്ലാഹ് കൈഫ യുഹ്യിൽ അർദ ബഅദ മൗതിഹാ. അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ അടയാളങ്ങൾ, അള്ളാന്റെ കാരുണ്യങ്ങളിലേക്ക് നിങ്ങൾ നോക്കുക, ചിന്തിക്കുക. കൈഫ യുഹ്യിൽ അർദ ബഅദ മൗതിഹാ. നിർജീവമായി കിടക്കുന്ന ഭൂമിയെ എപ്രകാരമാണ് പടച്ചറബ് സുബ്ഹാനഹു വ തആല പുനർജനിപ്പിക്കുന്നത്. 50-ാം അധ്യായം സൂറത്ത് ഖാഫിന്റെ തുടക്കം. قاف القرآن المجيد بل عجبوا أن جاءهم منذر منهم فقال الكافرون هذا شيء عجيب أإذا متنا وكنا ترابا ذلك رجع بعيد. മക്കയിലെ മുശ്രിക്കുകളോട് മരണാനന്തരം ഒരു ജീവിതമുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഇല്ല, ജീവിതം ഇത് മാത്രം. മരണത്തിനപ്പുറത്തൊരു ജീവിതം ഉണ്ടെങ്കിൽ വല്ലാത്തൊരു കാര്യം തന്നെയായിരിക്കും, വിദൂരമായ ഒരു സംഭവം തന്നെയായിരിക്കും. ഒന്ന് നമ്മുടെ വിശ്വാസത്തിനെതിരാണ്, രണ്ട് നമ്മുടെ പ്രവർത്തനത്തിനെതിരാണ്. അതുകൊണ്ട് നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റും. അല്ലാഹു സുബ്ഹാനഹു വ തആല തുടങ്ങുന്നത് നിഷേധികളുടെ വാദം ഉന്നയിച്ചുകൊണ്ടാണ്. പിന്നീട് അവിടുന്ന് താഴോട്ടുള്ള ആയത്തുകളെല്ലാം അള്ളാഹു ആകാശത്തെ ഉണ്ടാക്കിയത്, ഭൂമിയെ വിധാനിച്ചത്, പർവ്വതത്തെ ഉയർത്തിയത്, കാർമേഘങ്ങളിൽ നിന്ന് മഴ പെയ്യിച്ച് ഭൂമിയിൽ നിന്ന് വിവിധങ്ങളായ സസ്യലതാദികളെ, മരങ്ങളെ, നമുക്ക് വേണ്ട പഴവർഗ്ഗങ്ങളെ, പച്ചക്കറികളെ, ഇലക്കറികളെ എല്ലാറ്റിനെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കിയതിന്റെ ചരിത്രമാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, കദാലികൽ ഖുറൂജ്. മഴ പെയ്തിട്ട് ഭൂമി വിത്ത് മുളപ്പിക്കുന്നത് പോലെ ഖബറിൽ മൺമറഞ്ഞു കിടക്കുന്ന മനുഷ്യന്മാരെ നാം പുനർജനിപ്പിക്കുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. എങ്ങനെ നിഷേധിക്കും നാം? എങ്ങനെ നിഷേധിക്കും? കൈഫ തക്ഫുറൂന ബില്ലാഹ് വകുൻതും അംവാതൻ ഫഅഹ്യാകും ثم يميتكم ثم يحييكم ثم إليه ترجعون فكيف تكفرون بالله. എങ്ങനെ നീ അല്ലാഹുവിനെ നിഷേധിക്കും? വകുൻതും അംവാത, നിങ്ങൾ മയ്യത്തുകളായിരുന്നു.
അഹ്യാക്കും, നാമാണ് നിങ്ങൾക്ക് ജീവൻ നൽകിയത്. നമ്മളിവിടെ ഉണ്ടോ? ഇല്ല. ഹൽ അതാ അൽ ഇൻസാനി ഹീനും മിനദ് ദഹ്രി ലം യകുൻ ഷൈഅൻ മദ്കൂറാ ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജ്. തെറിച്ചു വീഴുന്ന ഇന്ദ്രിയത്തിൽ നിന്ന് നാമാണ് നിന്നെ ഉണ്ടാക്കിയത്. എന്താണെന്ന് പറയപ്പെടാൻ പറ്റാത്ത, പറയാൻ കഴിയാത്തൊരു കാലം നിനക്കുണ്ടായിരുന്നു. അള്ളയാണ് നമ്മൾ ഉണ്ടാക്കിയത്. എങ്ങനെ അള്ളാഹനെ നിഷേധിക്കും? ഉണ്ടാക്കിയവന് വീണ്ടും ഉണ്ടാക്കാൻ എന്താണ് പ്രയാസം? നബിയെ പറയുക, ഖുൽ യുഹീഹല്ലദീ അൻശഅഹാ അവ്വല മറ. നുരുമ്പിയെല്ല് കയ്യിലിട്ട് പൊടിച്ചിട്ട് ശത്രുക്കൾ നബിയുടെ മുന്നിലേക്ക് ഊതിയിട്ട് ചോദിച്ചു, മൻ യുഹീൽ ഇദാമ വഹിയ റമീം. ഈ നുരുമ്പി എല്ലിനെ ആരാണ് ഇനി പുനർജനിപ്പിക്കുക? ഖുൽ നബിയെ പറ, യുഹീഹല്ലദീ അൻശഅഹാ അവ്വല മറ. ആരാണോ ആദ്യം അതിനെ ഉണ്ടാക്കിയത് അവൻ വീണ്ടും അതിനെ ഉണ്ടാക്കും. ഒരിട്ടുണ്ടാക്കി രണ്ടാമത്തെ ഉണ്ടാക്കാൻ സുഖമല്ലേ? നിങ്ങൾക്ക് എന്താണ് ഡൗട്ട്? ആദ്യം ഉണ്ടാക്കിയത് കൊണ്ട് പടച്ചറബ് ക്ഷീണിച്ചു പോയോ? പടച്ചറബ് വീണ്ടും നിങ്ങളെ പുതിയതാക്കി ഉണ്ടാക്കുമെന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്താണ് ഇത്ര ഡൗട്ട് കൊടുങ്ങാൻ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. يحسب الإنسان يترك سدى ألم يكن نطفة من مني يمنى ثم كان علقة فخلق فسوى فجعل منه الزوجين الذكر والأنثى أليس ذلك بقادر على أن يحيي الموتى. നിസാരമായ ഇന്ദ്രിയത്തിൽ നിന്ന് പടിപടിയായി നിങ്ങളെ ഉണ്ടാക്കി ആണും പെണ്ണുമാക്കി നിങ്ങളെ സൃഷ്ടിച്ച പടച്ചറബ്ബ് സുബ്ഹാനഹു വ തആല അലൈസ അല്ലാഹു ബിഖാദിരിൻ അലാ അൻ യുഹ്യിൽ മൗതാ, മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിവുള്ളവനല്ലയോ എന്ന്. നമ്മൾ മറ്റൊരാളോട് സംസാരിക്കുന്നു. നാം സംസാരിക്കുന്നതിനെ നാം നിഷേധിക്കുമോ? ഇല്ലെങ്കിൽ അല്ലാഹു ഉണ്ട് എന്നതിനെ നാം നിഷേധിക്കേണ്ടതില്ല. മിസ്ലമാ അന്നകും തൻതിഖൂൻ, നിങ്ങൾ പരസ്പരം സംസാരിക്കുന്നത് എത്ര സത്യമാണോ അപ്രകാരം സത്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ട് എന്നത്. ഇന്ന വഅദല്ലാഹി ഹഖ്. ഇനി പരലോകമുണ്ട് എന്നതിൽ നിങ്ങൾക്ക് ഡൗട്ടുണ്ടോ? അല്ലാഹുവിന്റെ വാഗ്ദാനം സത്യമാണ്. ഹൽ വജദ്തും മാ വഅദ റബ്ബുകും ഹഖ്ഖാ ഖാലൂ നഅം. നരകക്കാരോട് സ്വർഗ്ഗക്കാർ ചോദിക്കും, ഹൽ വജദ്തും മാ വഅദ റബ്ബുകും ഹഖ്ഖാ. പടച്ചറബ് മുന്നറിയിപ്പ് നൽകിയ പരലോകം, ഉയർത്തെഴുന്നേൽപ്പ്, വിചാരണ, ഇത് സത്യമായി നിങ്ങൾക്ക് ബോധ്യപ്പെട്ടോ? ഖാലൂ നഅം. അവർ പറയും, അതേ, ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. ലൗ അന്ന ലീ കറതൻ, എനിക്കൊരു മടക്കമുണ്ടായിരുന്നെങ്കിൽ ഞാൻ മുസ്ലിമായി കൊള്ളാമായിരുന്നു, ഞാൻ മുഅ്മിനായി കൊള്ളാമായിരുന്നു എന്നവൻ പറയും. അതുകൊണ്ട് മഴ അത് പരലോകത്തെ ഓർമ്മപ്പെടുത്തും, അല്ലാഹുവിന്റെ ഖുദ്റത്തിനെ ഓർമ്മപ്പെടുത്തും, അല്ലാഹുവിനോടുള്ള ശുക്രിനെ നമ്മളോട് വിളിച്ചോതുന്നു, നന്ദി കാണിക്കാൻ. അഫലാ തശ്കുറൂൻ, നിങ്ങൾ നന്ദി കാണിക്കുന്നില്ല. وَإِذْ تَأَذَّنَ رَبُّكُمْ لَئِنْ شَكَرْتُمْ لَأَزِيدَنَّكُمْ وَلَئِنْ كَفَرْتُمْ إِنَّ عَذَابِي لَشَدീദ്. നിങ്ങൾ അല്ലാഹുവിന് ശുക്ർ കാണിച്ചാൽ നിങ്ങൾക്ക് ധാരാളമായി ലഭിക്കും. നമ്മളെ പിശാച് പറഞ്ഞു പറ്റിച്ചിരിക്കുകയാണ്. എന്ത്? അള്ളാഹുവിന്റെ ദീന് പാലിച്ചാൽ നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കൂല. അത് കുറച്ചു കഴിഞ്ഞിട്ട് നോക്കാം, വയസ്സൊക്കെ ആയിട്ട് ഒരു മൂലക്കൊക്കെ കിടക്കുമ്പോ, അല്ലെങ്കിൽ എല്ലാം ഒന്ന് സെറ്റിലായിട്ട് മക്കളൊക്കെ കൊണ്ടുവരാനൊക്കെ ആവുമ്പോ നമുക്ക് എന്ത് ചെയ്യാം, ഒക്കെ റെഡിയാക്കാം എന്നാണ് പിശാച് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. സുഹൃത്തുക്കളെ, അള്ളാഹ് പറഞ്ഞു, ربكم إنه كان غفارا يرسل السماء عليكم مدرارا ويمددكم بأموال وبنين ويجعل لكم جنات ويجعل لكم أنهارا ما لكم لا ترجون لله وقارا. നൂഹ് നബിയുടെ പ്രബോധനമാണ്, ജനങ്ങളെ നിങ്ങൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങൂ, അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടൂ. യുർസിലി السماء عليكم مدرارا, ആകാശത്ത് നിന്ന് അവന്റെ അനുഗ്രഹം അല്ലാഹു വർഷിപ്പിച്ചു തരും. വയംദിദുകും ബിഅംവാലിൻ വബനീൻ, സമ്പത്തും സന്താനങ്ങളും നിങ്ങൾക്ക് അഭിവൃദ്ധി നൽകും. വയജഅൽ ലക്കും ജന്നാത്തിൻ വയജഅൽ ലക്കും അൻഹാറാ, നിങ്ങൾക്ക് തോട്ടങ്ങളും അരുവികളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കി തരും. മാലകും ലാ തർജൂന ലില്ലാഹി വഖാറ. അല്ലാഹുവിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തോ ഒരു സുഖല്ലായ്മ. നിങ്ങൾ ആരെക്കുറിച്ചാണ് ചിന്തിക്കുന്ന, ആരെക്കുറിച്ച് ഈ പറയുന്നത്? എന്തത് ബോധ്യപ്പെടാത്തത്? നിന്നെ സൃഷ്ടിച്ച് നീയാക്കിയവനെ കുറിച്ച് പറയുമ്പോൾ എന്താണ് നിങ്ങൾ ഗൗരവം കാണിക്കാത്തത് എന്ന് നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ജനതയോട് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് കൂടുതൽ അടുക്കാൻ, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുകയുണ്ട്, സിൻതാനി മാ തുറദ്ദാനി, രണ്ട് ദുആ, തള്ളുകയിൽ ഇൻദ നിദാ വ തഹ്തൽ മത്ർ, ബാങ്കിന് ഇഖാമത്തിനും ഇടയിലുള്ള പ്രാർത്ഥന, അതുപോലെ തന്നെ മഴ പെയ്യുന്ന സമയത്തുള്ള പ്രാർത്ഥന.
അപ്പോൾ മഴ പെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പടച്ചവനെ ശുക്ർ ചെയ്യാണ്ട്, അല്ലാഹു തയ്യിബൻ ആഫിയ പറയാണ്ട്. റസൂലുള്ളാഹിക്ക് സന്തോഷമായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മഴ പെയ്താൽ, പെയ്യും വരെ നബിക്ക് ആശങ്കയായിരുന്നു, പെയ്താൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് സന്തോഷമായിരുന്നു. അവിടുന്ന് ഷർട്ടൊക്കെ അയച്ച് മഴ കൊള്ളുമായിരുന്നു ഒക്കെ സഹാബത്ത് പറയുന്നുണ്ട്. അത്രയും സന്തോഷമായിരുന്നു. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് പറയാനും പ്രാർത്ഥിക്കാനും നമുക്ക് ചോദിക്കാനുള്ള മറ്റു കാര്യങ്ങൾ ചോദിക്കാൻ, മഴയിലുള്ള നമുക്കുള്ള പാഠങ്ങൾ ഉൾക്കൊള്ളാൻ, പടച്ചറബിന്റെ ശിക്ഷയെ ഭയക്കാൻ, പടച്ചറബിന്റെ റഹ്മത്തിനെ ബോധ്യപ്പെടാൻ നമ്മൾ തയ്യാറാകുന്നതോടൊപ്പം മഴയെ പഴിക്കാതെ അള്ളാഹുവിന്റെ ഖുദ്റത്തും നിഅമത്തുമാണ്. അതുകൊണ്ട് മഴയെ ഒരിക്കലും പഴിക്കരുത്. ലാ തസുബ്ബു ദഹർ ഇന്നമാ അന ദഹർ. നിങ്ങൾ കാലത്തെ ശപിക്കരുത്, കാരണം ഞാനാകുന്നു കാലം. ദുരന്തമില്ലാതിരിക്കാൻ പ്രാർത്ഥിക്കാം. മഴയും മറ്റൊക്കെ കൂടുകയാണെങ്കിൽ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വതആലയോട് മഴ നീക്കിത്തരാൻ, അല്ലാഹുമ്മ ഹവാ അലൈനാ വല അലൈനാ അല്ലാഹുമ്മ അല്ലാ കാമി വദ്ദിറാബി വൽ ഔദിയതി വമലാബിതി ഷജർ എന്ന മഴ നീങ്ങാനുള്ള പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാം. മഴ കാറ്റും എല്ലാം വരുമ്പോൾ അല്ലാഹുവേ ഈ കാറ്റിലുള്ള ഖൈർ ചോദിക്കുന്നു, ഇതിലെ ഷർറിൽ നിന്ന് ഞാൻ രക്ഷ തേടുന്നു എന്ന് പ്രാർത്ഥിക്കാം. അതല്ലാതെ മഴയെ ശപിക്കരുത്. കൊടെടുക്കാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ മഴ നനഞ്ഞിന് അള്ളാഹ് ചെയ്തത് കാര്യമില്ല. അതൊക്കെ ഒരു ബേസിക് അവയർനെസ് ആണ്. മഴക്കാലത്ത് കുട വേണം, അല്ലെങ്കിൽ കോട്ട് വേണം. ഇതൊക്കെ അപ്പൊ നമ്മൾ ചെയ്യേണ്ട മുൻകരുതുകൾ നമ്മൾ എടുക്കുക. വാഹനം ഡ്രൈവ് ചെയ്യുന്ന ഡ്രൈവേഴ്സ് നന്നായിട്ട് ശ്രദ്ധിക്കാം. എല്ലാം റെഡി ആയിരിക്കും, പക്ഷെ റോഡിനും ടയറിനും ഇടക്ക് വെള്ളത്തിന്റെ പാളികൾ രൂപപ്പെട്ടാൽ നമുക്ക് ചിലപ്പോൾ കൺട്രോൾ കിട്ടില്ല. അതുകൊണ്ട് മിതമായ വേഗതയിൽ ലക്ഷ്യത്തിലേക്കെത്താൻ അല്പം നേരത്തെ ഇറങ്ങിയാലും പാകത്തെ ശ്രദ്ധിച്ച് നമ്മൾ വാഹനം ഓടിക്കുക. നമ്മുടെ അശ്രദ്ധ നമുക്ക് മാത്രമല്ല, ഒരു വലിയ കുടുംബത്തിൽ പലപ്പോഴും ബസ്സൊക്കെ ഓടിച്ചു പോകുന്ന ആൾക്കാരെ കുറിച്ച് നമ്മൾ ചിന്തിക്കാറുണ്ട്. 19 കുടുംബനാഥന്മാരും അല്ലെ, ഒരുപാട് ഉത്തരവാദിത്തങ്ങളുള്ള ആൾക്കാരും ഒക്കെ അവരുടെ ജീവൻ കൊണ്ടുപോകുന്ന ആ വലിയൊരു അമാനത്തിൽ സമയത്തിന്റെ ഒരു പ്രതിസന്ധി ഉണ്ടെങ്കിൽ പോലും ആ ഗൗരവം എത്ര ആളുകൾ ഉൾക്കൊള്ളുന്നു എന്നറിയില്ല. പലപ്പോഴും വണ്ടി ഓടിക്കുന്നവർ പറയാറുള്ളത് ഞങ്ങൾക്കത് ബോധമുണ്ടെങ്കിലും ഉടമസ്ഥന്മാർ ഞങ്ങളോട് പറയാനുള്ളത് ചവിട്ടി വിട്ടോ, ബാക്കി നമുക്ക് കോടതിയിൽ നോക്കാം. ചവിട്ടി വിടുമ്പോൾ ഒരുപാട് ജീവനുകൾ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ശ്രദ്ധിക്കുക. മഴക്കാലത്ത് വാഹനം ഓടിക്കുന്ന ആളുകൾ, ഏത് വണ്ടി ഓടിക്കുന്ന ആൾക്കാരും, ചെറുവണ്ടിയും വലിയ വണ്ടിയും ഏത് വണ്ടിയും, റോഡൊക്കെ ക്രോസ് ചെയ്യുമ്പോൾ ആൾക്കാർ, കുട്ടികളൊക്കെ കൊട ചൂടിയിട്ട് ഇങ്ങനെ ക്രോസ് ചെയ്തു പോകും. മഴ ആസ്വദിക്കരുത്. ചിലപ്പോൾ മഴയിൽ ഇത് റോഡ് ക്രോസ് ചെയ്യാന്ന് പോലും അറിയാതെ ഭയങ്കര ദുരന്തമാണത്. ട്രാക്കിൽ അപകടപ്പെട്ട് മരിച്ചു പോകുന്ന ആൾക്കാർക്ക് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് കൊട ചൂടിയിട്ട് റോഡ് സൈഡിലൂടെ നടക്കുന്ന ആൾക്കാർക്ക് ശ്രദ്ധിക്കാം. റോഡിന്റെ ഉള്ളിലൊക്കെ കയറിയിട്ട് കൊടയും ചൂടി വർത്താനം പറഞ്ഞങ്ങനെ പോകും, വണ്ടി ഒന്ന് ഇടിച്ച് തള്ളിയിടും. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് കാൽനട യാത്രക്കാരും വാഹനം ഓടിക്കുന്ന ആളുകളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. മഴക്കാലത്ത് പലയിടങ്ങളിലും കുഴികളൊക്കെ രൂപപ്പെടാനും അവിടെയൊക്കെ വെള്ളക്കെട്ടുകൾ ഉണ്ടാകാനൊക്കെ സാധ്യതയാണ്. അതുകൊണ്ട് നമ്മളും ശ്രദ്ധിക്കണം. കുട്ടികളെയും ആ ഒരു സന്ദർഭത്തിൽ മഴയിൽ കളിക്കുന്ന ആ ഒരു സന്ദർഭത്തെ നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. മീൻ പിടിക്കാനും മറ്റു കാര്യത്തിനൊക്കെ പറഞ്ഞിട്ട് കുട്ടികളെ ഇറങ്ങിപ്പോയി എവിടെ പോയി നമുക്ക് ആർക്കും അറിയില്ല. അതുകൊണ്ട് നമ്മൾ കൂടെ ഇല്ലാതെ സെക്യൂരിറ്റി ഉറപ്പാക്കാതെ കുട്ടികളെ നമ്മൾ വിട്ടുപോകുന്നൊരു സാഹചര്യം ഉണ്ടാകരുതെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ മഴ ചിലപ്പോൾ മഴയിൽ ഓവറായിട്ട് നമ്മൾ മഴ കൊള്ളുന്നതും മറ്റു കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആരോഗ്യത്തെ നമ്മൾ സംരക്ഷിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കൊതുക് പോലത്തെ നമുക്ക് രോഗങ്ങൾ ഉണ്ടാക്കുന്ന ജീവികൾക്ക് വളരാനുള്ള സാധ്യതകളെ ഇല്ലാതാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മഴക്കാലത്ത് നമ്മുടെ വീടുകളിൽ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. നമ്മുടെ തിരക്കുകൾ കൊണ്ട് നമ്മുടെ വീട്ടിലെ പ്രയാസങ്ങൾ നികത്തി കൊടുക്കാൻ നമുക്ക് പറ്റാറുണ്ടാവില്ല. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വീട്ടിലുള്ള കുടുംബിനികൾ മഴയുടേതായിട്ടുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് പരിഹരിച്ചു കൊടുക്കാൻ നമ്മളെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മഴക്കാലത്ത് ചോർന്നൊലിക്കുന്ന വീടുകളുള്ള പാവങ്ങളുണ്ട്. മഴക്കാലത്ത് ജോലിയില്ലാത്ത സാധാരണക്കാരായ ആൾക്കാരുണ്ട്. അവരെ നമ്മൾ പരിഗണിക്കണം. ചോർന്നൊലിക്കുന്ന വീടിനൊരു ഓടിടാനോ അല്ലെങ്കിൽ ചിതല് പിടിച്ച കൗക്കോലും പട്ടികയൊന്നും മാറ്റിയിട്ട് കമ്പിയാക്കാനൊന്നും അവരുടെ ലക്ഷ്യങ്ങൾ ഉണ്ടാവില്ല. ഈ ഇരിക്കുന്ന വിശ്വാസികളൊക്കെ പിന്നെ എന്തിനാണ്? ഈ നാട്ടിലൊരാൾക്ക് മരുന്ന് വാങ്ങാൻ പണമില്ലെങ്കിൽ, തിന്നാൻ ഭക്ഷണമില്ലെങ്കിൽ, അയാളുടെ വീട് ചോർന്നൊലിക്കുന്നെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഈ പള്ളിയിൽ ഒരുമിച്ചിരിക്കുന്നത്? അൽ മുസ്ലിം അഖുൽ മുസ്ലിം, ഒരു മുസ്ലിമിന്റെ സഹോദരനാണ് മറ്റൊരു മുസ്ലിം. കജസദി വാഹിദ്, ഒറ്റ ശരീരം പോലെയാണ്. അതുകൊണ്ട് ഒരാളും കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു, മഴക്കാലം വന്ന് സ്കൂൾ തുറക്കുന്ന സമയം സ്വന്തം ആടിനെ കെട്ടുന്ന കയറെടുത്തിട്ട് അയാൾ വീടിന്റെ ബാക്കിലെ ഒരു പറങ്കിമാവിൽ തൂങ്ങി മരിച്ചു. ആരോടും കൈനീട്ടാൻ മടിച്ചിട്ട് അദ്ദേഹം സ്വന്തം മക്കൾക്ക് പഠിക്കാനും മറ്റു കാര്യങ്ങൾക്കും പണമില്ലാത്തതുകൊണ്ട്, മഴക്കാലത്ത് ജോലിയില്ലാത്തതുകൊണ്ട് അയാള് ആത്മഹത്യ. ഇങ്ങനത്തെ ഒരവസ്ഥ നമ്മുടെ നാട്ടിൽ ഉണ്ടാവരുത്. ഇവിടുത്തെ വിധവകളെ, ഇവിടുത്തെ യതീമുകളെ, ഇവിടുത്തെ പാവപ്പെട്ട ആൾക്കാരെ, അതിനല്ലേ നമ്മുടെ പണി. അല്ല നമുക്ക് അധികാരത്തിന്റെ സിംഹാസനത്തിൽ കയറുന്ന ഞാനാണ് ഇതിന്റെ ആളെന്ന് പറയേണ്ട ആവശ്യം നമുക്കില്ലല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇഷ്ടപ്പെട്ട അഹബ്ബുന്നാസ് ഇലല്ലാഹ് അൻഫഉഹും ലിന്നാസ്, ജനങ്ങളിൽ അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവൻ ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെട്ട മനുഷ്യന്മാരെയാണ്.
അതുകൊണ്ട് നമ്മുടെ അയൽപ്പക്കത്ത്, നമ്മുടെ നാട്ടിൽ, നമ്മുടെ മഹല്ലിൽ, മറ്റു മഹല്ലിലുള്ള ആളുകളുണ്ടാവും. അവിടെ നിന്നും ആരും പ്രയാസപ്പെടുന്നില്ല എന്ന് ഉറപ്പിക്കണം. ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാം. സുബഹ് ഈ തണുപ്പിൽ നല്ല സുഖമാണ് ഉറങ്ങാൻ, അല്ലേ? ഇന്ന് ഉറക്കമില്ലാത്ത ചൂടുണ്ടായ ഒരു സമയമുണ്ടായി. ജനലൊക്കെ തുറന്നിട്ട് ആൾക്കാരെ സൂസൂന്ന് ഊതിയടഞ്ഞ കാലം. അവിടുന്ന് മാറിയിട്ടുള്ള സുബഹത്തെ തണുപ്പും നല്ല അന്തരീക്ഷം തന്നെ. ഈ പള്ളിയിൽ ഒരു സുബഹ് ജമാഅത്തും, ഈ പള്ളിയിൽ മാത്രമല്ല മുഴുവൻ മുസ്ലിം പള്ളികളിലും നടക്കുന്ന സുബഹ് ജമാഅത്തിന്റെ തൊപ്പിൽ നമ്മളുണ്ടോ? ചിന്തിക്കാൻ അനുഗ്രഹങ്ങൾ വർഷിക്കുമ്പോൾ പടച്ചറബിനെ തിരിച്ചറിയാതെ നമ്മൾ കൂർക്കം വലിച്ചുറങ്ങിയാൽ അന്ന് ആദ് സമുദായം പറഞ്ഞതുപോലെ ഇത് നമുക്കും ഒരു ശിക്ഷയായിട്ട് മാറുമെന്ന കാര്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ആരാധനകൾ നഷ്ടപ്പെടാതെ പടച്ചറബിനെ ശുക്ർ കാണിച്ച് മുന്നോട്ട് പോവാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ വീഴ്ചകളും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. അവൻ ഇഷ്ടപ്പെട്ട ദാസന്മാരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമുക്ക് നൽകിയ എല്ലാവർക്കും ഖൈറും ബർക്കത്തും ഏറ്റി നൽകുമാറാവട്ടെ. പടച്ചറബിന്റെ ദീനിനു വേണ്ടി സമയത്തെയും സമ്പാദ്യത്തെയും നമ്മുടെ എല്ലാറ്റിനെയും വിനിയോഗിക്കാനുള്ള മനസ്സ്, ആവത്, തഖ്വ പടച്ചവൻ പ്രദാനം ചെയ്യട്ടെ. നാം ഭയക്കുന്ന മുസീബത്തുകൾ, നഷ്ടങ്ങൾ, നാശങ്ങൾ അള്ളാഹു നമ്മെ തൊട്ട് തടയുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ രോഗികൾക്ക് ശിഫാഉൻ ആജിൽ സമ്മാനിക്കട്ടെ. മാറാ രോഗങ്ങളിൽ നിന്ന് നമ്മെ എല്ലാവരെയും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നമ്മിൽ മരിച്ചു പിരിഞ്ഞ വിശ്വാസികൾക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ. ലോകത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ ആക്രമിക്കപ്പെടുന്ന പാപങ്ങൾ അള്ളാഹുക്ക് സ്വാതന്ത്ര്യം നൽകുമാറാവട്ടെ. നമ്മുടെ രാജ്യത്ത് അള്ളാഹു സമാധാന അന്തരീക്ഷം, ഈ ജനാധിപത്യം ഇതിനേക്കാൾ മനോഹരമായ നിലക്ക് അള്ളാഹു നിലനിർത്തി തരുമാറാവട്ടെ. മനുഷ്യ സ്നേഹികൾക്ക് അള്ളാഹു രാജ്യത്തിന്റെ അധികാരം തിരിച്ചു നൽകുമാറാവട്ടെ. അള്ളാഹു എല്ലാ മുസീബത്തുകളിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ നല്ല ഉദ്ദേശങ്ങൾ അള്ളാഹു പൂർത്തീകരിക്കട്ടെ. പഠിക്കുന്ന വിദ്യാർത്ഥികളും ജോലി ചെയ്യുന്ന ആളുകളും ഇണകളെ തേടുന്നവരും അങ്ങനെ വിവിധങ്ങളായ ആവശ്യങ്ങളുള്ള ആളുകൾക്ക് അവരുടെ മുറാദുകൾ അള്ളാഹു ഹാസിനാക്കി കൊടുക്കട്ടെ. രാവും പകലും പടച്ച റബ്ബിനെ സ്തുതിച്ചും സ്മരിച്ചും ഇസ്തിഗ്ഫാർ നടത്തിയും പ്രാർത്ഥിച്ചും റബ്ബിനെ മറക്കാതെ ജീവിക്കുന്ന പടച്ചവന്റെ ഭൂമിയിലെ അടിമയായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين.